ഒരിക്കലൊരു സന്യാസി ഒരു നാട്ടിലൂടെ നടന്നു പോവുകയായി. ഒരു വഴിയിലെത്തിയപ്പോൾ ആളുകൾ സന്യാസിയെ വിളിച്ചു പറഞ്ഞു, അതുവഴി പോകരുത്, അവിടെ വിഷം ചീറ്റുന്ന ഒരു പാമ്പുണ്ട്. എല്ലാവരും അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, എങ്കിൽ ഈ വഴി ഒന്ന് പോയി നോക്കാം. അദ്ദേഹം ആ വഴിയെ നടക്കുമ്പോൾ അതാ മുന്നിലൊരു വലിയ സർപ്പം ചീറ്റിയ പണത്തോടു കൂടി നിൽക്കുന്നു. അദ്ദേഹം ഒട്ടും ഭയന്നില്ല. പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് നിൻ്റെ പ്രശ്നം? പാമ്പ് പറഞ്ഞു, ഞാനിങ്ങനെ ചീറ്റ് നിന്നാൽ മാത്രമേ ആളുകൾ എൻ്റെ അടുത്തേക്ക് വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ അവരെ എന്നിൽ നിന്നും അകറ്റാനാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന്. ശരി, നല്ല കാര്യം. പക്ഷേ ആളുകൾക്ക് ഇതിലൂടെ നടന്നു പോകണ്ടേ? അടുത്ത ഗ്രാമങ്ങളിലേക്ക് പോകണം, ചന്തകളിലേക്ക് പോകണം. അപ്പോൾ നീ ഒരു വഴിമുടക്കിയായി നിൽക്കുമ്പോൾ അവരുടെ ജീവിതം തന്നെ വഴിമുട്ടില്ലേ? നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പാമ്പിനെ ഉപദേശിച്ചു. മനസാന്തരം വന്ന പാമ്പ്, ശരി, ഞാൻ ഒരിക്കലും ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ആ വഴിയിൽ നിന്നും മാറി. സന്യാസി തിരിച്ച് ആ നാട്ടിലേക്ക് ചെന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ ധൈര്യമായി പോയിക്കൊള്ളുക, ഇനി പാമ്പ് നിങ്ങളെ ശല്യപ്പെടുത്തില്ല എന്ന്. കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും അതേ വഴി വരവാനിടയായി. അപ്പോൾ വഴിയോരത്ത് ചാവാറായി കിടക്കുന്ന ഒരു പാമ്പിനെയും ഒപ്പം അതിനെ കല്ലെറിഞ്ഞും കൂക്കി വിളിച്ചും കൊണ്ട് നടക്കുന്ന തൊട്ടടുത്ത് കുറേ ആളുകളെയും കണ്ടു. കാര്യം അന്വേഷിച്ചപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ താൻ ഉപദേശിച്ച ആ പാമ്പ് തന്നെയാണ് അത് എന്ന് സന്യാസിക്ക് മനസ്സിലായി. ആളുകളോട് മാറാൻ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം അടുത്ത് സഹതാപത്തോടെ ആ പാമ്പിനെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിനക്ക് എന്തു പറ്റി? പാമ്പ് പറഞ്ഞു, താങ്കളല്ലേ എന്നോട് പറഞ്ഞത് ആളുകളെ ഉപദ്രവിക്കരുത്, ഒന്നും അവരെ ചെയ്യരുത് എന്നൊക്കെ, അവരുടെ വഴിയിൽ മുടക്ക് വരുത്തരുതെന്ന്. ഞാനത് മാത്രമേ ചെയ്തുള്ളൂ. സന്യാസി വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആളുകളെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ നിന്നെ ഉപദ്രവിക്കുന്ന ആളുകളെ തിരിച്ച് പേടിപ്പെടുത്തണ്ട എന്ന് ഞാൻ പറഞ്ഞു. നമ്മളെ ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാവുകയും ചെയ്യുന്ന ആളുകളോട് നാം പൊരുതണമെന്നോ അവരെ ഉപദ്രവിക്കണമോ എന്ന് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ വഴിയിൽ തടസ്സമാകുന്നവയെ പതുക്കെ എടുത്ത് മാറ്റുന്നത് കൊണ്ടും നമ്മുടെ ഭാവത്തിൽ മാറ്റം വരുത്തുന്നത് കൊണ്ടോ അവരോടുള്ള നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നത് കൊണ്ടോ തെറ്റുണ്ടോ? ചിന്തിക്കുക. താങ്ക് യു.